ഒരു കുഞ്ഞു ക്ലാസ് എടുക്കാനാണ് വന്നേ, ഒന്ന് കേൾക്കുമോ? അപ്പം നമ്മൾ രാവിലെ എണീക്കുമ്പോഴത്തേക്ക് നല്ല മഴയും മഞ്ഞുള്ള സമയമാണെങ്കിൽ നമ്മളെ പ്ലാന്റ്സിൻ്റെ ഇലകളുടെ അറ്റത്തൊക്കെ ഇതുപോലുള്ള തുള്ളികൾ ഇരിക്കത്തില്ലേ? ഇത് എന്ത് തുള്ളിയാണെന്നറിയാവോ? മഞ്ഞുതുള്ളി എന്നായിരിക്കും പറയാൻ വരുന്നത്. മഞ്ഞുതുള്ളി അല്ല. മഞ്ഞുതുള്ളി ഉണ്ടാകുന്നത് അന്തരീക്ഷത്തിലുള്ള ജലം കണ്ടൻസ് ചെയ്തിട്ടാണ്. ഇത് അന്തരീക്ഷത്തിലുള്ള ജലമല്ല. ഇത് നമ്മളെ പ്ലാന്റ്സിൻ്റെ അകത്തുനിന്ന് ഹൈഡത്തോഡ്സ് എന്ന് പറയുന്നൊരു സ്ട്രക്ചറിൽ കൂടി പുറന്തള്ളുന്ന വെള്ളമാണ്. അതെന്ത് തോടാന്ന് ചോദിക്കരുത്. നമ്മൾ +2-നൊക്കെ ബോട്ടണി ടെക്സ്റ്റിനകത്ത് ഇങ്ങനൊരു സാധനം പഠിച്ചിട്ടുണ്ട്. അതായത് നല്ല ഹ്യൂമിഡിറ്റി ഉള്ള സമയത്ത് നമ്മളുടെ പ്ലാന്റ്സിൻ്റെ ലീഫിൽ കൂടെ സാധാരണ വെള്ളം പുറത്ത് കളയുന്ന ആൾ സ്റ്റൊമാറ്റയാണ്. സ്റ്റൊമാറ്റയ്ക്ക് ആ സമയത്ത് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അന്തരീക്ഷത്തിൽ ഹ്യൂമിഡിറ്റി കൂടുമ്പോൾ സ്റ്റൊമാറ്റോ വർക്ക് ചെയ്യത്തില്ല. അതെന്തുകൊണ്ടാണെന്ന് ചോദിക്കരുത്. അത് പറയണമെങ്കിൽ ഇനി 1 റീൽ 2 റീൽ എടുക്കേണ്ടി വരും. അപ്പോൾ സ്റ്റൊമാറ്റോ വർക്ക് ചെയ്തില്ലെങ്കിലും ചെടിക്ക് സ്വന്തം ആരോഗ്യം നോക്കിയാലേ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ ആകെ അവൈലബിൾ ആയിട്ടുള്ളൊരു ഓപ്ഷൻസ് പറയുന്നത് ഹൈഡത്തോഡ്സ് മാത്രമാണ്. അപ്പോൾ ഇത് കഷ്ടപ്പെട്ട് പ്രഷർ കൊടുത്ത് ചെടിയിൽ അകത്തുള്ള എക്സ്ട്രാ വെള്ളം, അതായത് ഹ്യൂമിഡിറ്റി കൂടുന്ന സമയത്ത് മിക്കവാറും ചെടിക്കകത്ത് കുറച്ച് വെള്ളത്തിൻ്റെ ഒരു ഇത് കൂടുതലായിരിക്കും. ആ എക്സ്ട്രാ വെള്ളം അത് പ്രഷർ ചെയ്ത് പുറത്ത് കളയും. ആ വെള്ളമാണ് ഈ തുള്ളി തുള്ളിയായിട്ട് ലീഫിൻ്റെ സൈഡിൽ കാണുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് ഫോട്ടോ എടുത്തിട്ട് മോർണിംഗ് ഡ്യൂ ഇൻ മൈ ഗാർഡൻ പ്ലാന്റ്സ് എന്നൊക്കെ തന്നെ ഇടാം. ഇത്രയേ ഉള്ളൂ. ഇത് പറയാനാണ് വന്നത്. അപ്പം ശരി, ടാറ്റ.